നമസ്കാരം. ഇങ്ങനെ ഒരു ചതിയെ പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഇലക്ട്രിക് വാഹനങ്ങളിലെ ഏറ്റവും വില കൂടിയ സെക്ഷൻ അതിൻ്റെ ബാറ്ററി ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ബാറ്ററിയുടെ വാറണ്ടി പീരീഡ് കഴിഞ്ഞതിന് ശേഷമാണ് അത് കേടാവുന്നതെങ്കിലും നമ്മൾ വലിയൊരു തുക അതിന് വേണ്ടിയിട്ട് ചിലവാക്കേണ്ടി വരും, അല്ലേ? അതാണ് നമ്മുടെ വിഷയം. അതായത് വാറണ്ടി പീരീഡ് കഴിഞ്ഞ ഉടനെ തന്നെ ബാറ്ററി കേടാവുന്നത് ഇപ്പോൾ ഒരു സ്ഥിര സംഭവമായി മാറിയിരിക്കുകയാണ്. അവിടെയാണ് ചതി ഒളിഞ്ഞു കിടക്കുന്നത്. നമ്മുടെ സ്വന്തം വാഹനങ്ങളിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അത് മറ്റൊരാൾക്ക് ലോകത്തിന്റെ ഏത് കോണിലിരുന്നും കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പ്രൈവസിയിലേക്ക് എത്തി നോക്കുന്നത് പോലെ തന്നെയാണ്, അല്ലേ? വളരെ മോശമായ ഒരു പ്രവൃത്തി. നമ്മൾ എവിടെയെല്ലാം പോകുന്നു, നമ്മൾ എത്ര സ്പീഡിൽ പോകുന്നു, അതുപോലെ വണ്ടിയുടെ എല്ലാ സ്റ്റാറ്റിസ്റ്റിക്സും, എന്തിനു പറയുന്നു, നമ്മുടെ വണ്ടിയുടെ ബാറ്ററിയുടെയും മോട്ടോറിന്റെയും മുഴുവൻ കൺട്രോളും മറ്റൊരു വ്യക്തിക്ക് അല്ലെങ്കിൽ മറ്റൊരു ടീമിന് ആക്സസ് ചെയ്യാൻ സാധിക്കും. കണക്റ്റഡ് ഫീച്ചേഴ്സ് ഉള്ള എല്ലാ വാഹനങ്ങളിലും ഇത് വളരെ എളുപ്പത്തിൽ സാധ്യവുമാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ലോകത്ത് ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അല്ലേ? പക്ഷെ ഇതൊക്കെ ഒരു വിശ്വാസമാണ്. ഇതിൽ സത്യം പറയുകയാണെങ്കിൽ രണ്ട് വശങ്ങളുണ്ട്. ഉപകാരപ്രദമായ ഒരു വശവും പിന്നെ ഒരു തട്ടിപ്പ് വശവും. നമ്മുടെ വണ്ടികൾക്ക് ആക്സിഡന്റ് ഒക്കെ സംഭവിക്കുന്ന സമയത്ത് അത് കേസായി കോടതിയിൽ എത്തുകയോ അതുപോലെ തന്നെ ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയോ തെളിവുകൾ ആവശ്യമായി വന്നാൽ ആക്സിഡന്റ് ആയ വണ്ടിയിൽ നിന്നും ലഭിക്കുന്ന ഡാറ്റ ഒരുപക്ഷെ കമ്പനിക്കോ അല്ലെങ്കിൽ കസ്റ്റമർക്കോ ഉപകരിച്ചേക്കാം. ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്നത് കമ്പനിക്ക് തന്നെയാണ്. 4 വർഷം മുമ്പ് ഓല ഇലക്ട്രിക് സ്കൂട്ടറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗുവാഹട്ടിയിൽ വെച്ച് നടന്ന ഒരു ആക്സിഡന്റിനെ കുറിച്ച് ഈ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വണ്ടി പതുക്കെ ഓടിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് ആക്സിലറേറ്റർ കൂടി വണ്ടി ആക്സിഡന്റ് ആയെന്നാണ് കസ്റ്റമർ കോടതിയിൽ ക്ലെയിം ചെയ്തത്. പക്ഷേ ആക്സിഡന്റ് ആയ വണ്ടിയിൽ നിന്നും ഡാറ്റ പുറത്തെടുത്ത് കസ്റ്റമർ പറയുന്നത് കള്ളത്തരമാണെന്നും ഓവർ സ്പീഡ് കാരണമാണ് ആക്സിഡന്റ് ആയതുമെന്നാണ് ഓല കോടതിയിൽ വാദിച്ചത്. അതിനുള്ള തെളിവുകളും ഓല കാണിച്ചിരുന്നു. അതാണിത്. ഓരോ സമയത്തുമുള്ള വണ്ടിയുടെ സ്പീഡിന്റെയും സഡനായിട്ട് ബ്രേക്ക് ചെയ്തതിന്റെയും ഗ്രാഫായിരുന്നു അത്. ഇത്തരം കാര്യങ്ങൾ കോടതി പരിഗണിക്കുമോ എന്നറിയില്ല. കാരണം കമ്പനി നൽകുന്ന ഈ ഒരു റിപ്പോർട്ട് കൃത്യമാണോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഈ കേസ് പിന്നെ എന്തായി എന്നതിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് ഒന്നും ലഭിച്ചിട്ടില്ല, ഒഫീഷ്യലായിട്ട് ലഭിച്ചിട്ടില്ല. പക്ഷെ കോടതിക്ക് പുറത്ത് ഈ ഒരു കേസ് ഒത്തുതീർപ്പായി എന്നൊരു റൂമേഴ്സ് കേട്ടിട്ടുണ്ടായിരുന്നു. മറ്റേതെങ്കിലും വണ്ടിയുമായി കൂട്ടിയിടിച്ചുണ്ടാവുന്ന ആക്സിഡന്റ് ഒക്കെ ആണെങ്കിൽ ആ സമയത്ത് നമ്മൾ ഓവർ സ്പീഡ് അല്ലെങ്കിൽ അത് തെളിയിക്കാൻ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഡാറ്റകൾ കസ്റ്റമേഴ്സിനെ സഹായിച്ചേക്കാം. പക്ഷെ എത്ര കൂട്ടിയും കുറച്ചു നോക്കിയാലും ഇങ്ങനെ വണ്ടിയിൽ നിന്നും ഡാറ്റ എടുക്കാൻ സാധിക്കുന്നതിൽ അല്ലെങ്കിൽ വണ്ടി മുഴുവനായും കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതിൽ ഏറ്റവും വലിയ ഗുണം അത് കമ്പനിക്കും അല്ലെങ്കിൽ ഏജൻസിക്കും തന്നെയാണ്. ഏജൻസിക്ക് ഇതിൽ എന്താ ഗുണമെന്നല്ലേ? ഈയിടെ നടന്നൊരു സംഭവം അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഞാൻ പറയാം. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സ് എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. കേൾക്കുമ്പോൾ വളരെ സാധാരണമായ ഒരു കാര്യം മാത്രം, പക്ഷെ അതിന്റെ പിന്നിൽ വലിയൊരു ചതിയുണ്ടെന്നാണ് ഇവർ പറയുന്നത്. അതായത് ബാറ്ററിയുടെ വാറണ്ടി പീരീഡ് കഴിഞ്ഞ് ഉടനെ തന്നെ പലർക്കും ബാറ്ററി കേടാവാൻ തുടങ്ങിയതിനെ തുടർന്ന് ഒരു സംശയത്തിന്റെ പേരിൽ ഒരു വ്യക്തി ഈ കാര്യം പറഞ്ഞ് സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ ഒരു പോസ്റ്റ് ഇട്ടപ്പോഴാണ് പലരും ഇതേ പ്രശ്നം പറഞ്ഞ് രംഗത്തേക്ക് വന്നത്. ഇവരെല്ലാം പരസ്പരം ഈ കാര്യം ഡിസ്കസ് ചെയ്ത സമയത്താണ് എല്ലാവരുടെയും കഥയുടെ സ്ക്രിപ്റ്റ് ഒന്ന് തന്നെയാണെന്ന് മനസ്സിലായത്. അതായത് ഒരു വണ്ടിയുടെ ബാറ്ററിയുടെ വാറണ്ടി പീരീഡ് തീരുന്നു. ഈ വാറണ്ടി പീരീഡ് തീർന്ന് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ബാറ്ററി കേടാവുന്നു. തീർച്ചയായും കസ്റ്റമർ ഏജൻസിയുമായി ബന്ധപ്പെടുന്നു. തുടർന്ന് ഏജൻസിയിൽ നിന്നും ഒരു കോള് കസ്റ്റമർക്ക് വരുന്നു. പറയുന്നത് ഇതാണ്: ബാറ്ററി മൊത്തം ഡാമേജ് ആയിരിക്കുകയാണ്, അതായത് കേടായിരിക്കുകയാണ്. മൊത്തമായി മാറ്റി പുതിയത് വെക്കാൻ ഏകദേശം 50,000 രൂപയ്ക്ക് അടുത്ത് വേണം, അല്ലെങ്കിൽ 50,000 രൂപയ്ക്ക് മുകളിൽ വരും സർവീസ് ചാർജ് അടക്കം. അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് റീഫർബിഷ്ഡ് ബാറ്ററി നൽകാം. അതാവുമ്പോൾ ഞങ്ങൾക്ക് 15,000 രൂപ നിങ്ങൾ നൽകിയാൽ മതിയാവും. ഈ റീഫർബിഷ്ഡ് ബാറ്ററി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ, അല്ലേ? മുമ്പ് ഉപയോഗിച്ച ഒരു ബാറ്ററി ആയിരിക്കും, പക്ഷെ കമ്പനി തന്നെ ടെസ്റ്റ് ചെയ്ത് ഉറപ്പ് വരുത്തിയ അവരുടെ തന്നെ ജെന്യൂൻ ബാറ്ററി ആയിരിക്കും. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു കസ്റ്റമറിനെ സംബന്ധിച്ച് പെട്ടെന്ന് ഇങ്ങനെ ഒരു ബാറ്ററി കേടാവുന്ന സമയത്ത് 50,000 രൂപയിലും കൂടുതൽ പെട്ടെന്ന് എടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം പേരും പുതിയ ബാറ്ററി വാങ്ങാൻ നിൽക്കില്ല. 15,000 രൂപ കൊടുത്ത് റീഫർബിഷ്ഡ് ബാറ്ററി മതിയെന്നാണ് പറയുക. അത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ വ്യക്തികളും ചെയ്തത്. 15,000 രൂപ കൊടുത്ത് ബാറ്ററി എല്ലാവരും മാറ്റി. യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഈ റീഫർബിഷ്ഡ് ബാറ്ററി നമുക്ക് നൽകുന്നു എന്ന് പറഞ്ഞ് 15,000 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോഴും യഥാർത്ഥത്തിൽ റീഫർബിഷ്ഡ് ബാറ്ററി നമുക്ക് ലഭിക്കുന്നില്ല. നമ്മുടെ ബാറ്ററി ഏജൻസിക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓഫീസിൽ ഇരുന്നു കൊണ്ട് തന്നെ ബാറ്ററി പ്രവർത്തനരഹിതമാക്കാനും പ്രവർത്തിപ്പിക്കാനും ഇവർക്ക് സാധിക്കും. ഈ ഒരു സാധ്യതയാണ് പിന്നീട് സംശയമായി മാറിയത്. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പേർക്ക് ഒരേ രീതിയിലുള്ള സ്ക്രിപ്റ്റാണ് ഇവർ കൊടുത്തുകൊണ്ടിരുന്നത്. അവിടെയാണ് പണി പാളിയതും.
ഒരേ രീതിയിൽ ഒരുപാട് പേർക്ക് ഇത്തരത്തിൽ സംഭവിച്ച സമയത്ത് ചിലർക്ക് ഈ കാര്യത്തിൽ സംശയം തോന്നിയതിന്റെ പേരിൽ അവർ ഏജൻസിയിൽ നേരിട്ട് പോയി പ്രശ്നമുണ്ടാക്കിയപ്പോൾ അവർക്ക് ഈ ഏജൻസി 15,000 രൂപ തിരിച്ചു കൊടുത്തു. അതുവരെ എല്ലാവർക്കും സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ കാശ് തിരിച്ചു കൊടുത്തതോടുകൂടി കഥ പൂർണ്ണമായി. ഇത് ഏത് കമ്പനിയാണെന്നും ഏത് ഏജൻസിയാണെന്നും ഞാനിവിടെ പറയാത്തതിന്റെ കാരണം ഈ പ്രശ്നം ഒത്തുതീർപ്പായതുകൊണ്ടും കമ്പനിയുടെ പേരും ഏജൻസിയും പുറത്ത് പറയരുതെന്ന് കസ്റ്റമേഴ്സ് തന്നെ എന്നോട് പറഞ്ഞതുകൊണ്ടുമാണ്. അല്ലെങ്കിലും ഈ വിഷയത്തിൽ കമ്പനിക്ക് വലിയ റോളൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കമ്പനി പോലും അറിയാതെ ഏജൻസി കളിക്കുന്ന ഒരു കളിയായിരിക്കണം ഇത്. ഇതിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു സംശയം തോന്നിയാൽ ഒരിക്കലും ഏജൻസിയുമായിട്ട് ബന്ധപ്പെടാതെ ഡയറക്റ്റ് കമ്പനിയുമായി ബന്ധപ്പെടുക. ഒന്നുകിൽ കമ്പനി കസ്റ്റമർ സർവീസിൽ വിളിച്ച് കാര്യം പറയുക, അല്ലെങ്കിൽ അവർക്ക് ഒഫീഷ്യലായിട്ട് മെയിൽ അയക്കുക. ഏജൻസി ഡീറ്റെയിൽസും നിങ്ങളുടെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ പ്രശ്നവും വിശദമായി ഉൾപ്പെടുത്തുക. ഇനി നമുക്ക് ഈ ഒരു കാര്യത്തിൽ മറ്റെന്തെങ്കിലും പോം വഴി ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അറിയാവുന്നവർ ദയവായി കമന്റിൽ ഒന്ന് പറയണം കേട്ടോ. നമ്മുടെ നാട്ടിലെ ഭൂരിഭാഗം അല്ലെങ്കിൽ 90% കൂടുതൽ ഏജൻസികളും മികച്ച ഏജൻസികൾ തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. പക്ഷെ ഇതുപോലത്തെ 1-2 മതി മറ്റുള്ള നല്ല ഏജൻസികളുടെ പേര് കളയാൻ. ഇത്തരം സംഭവങ്ങളിലൂടെ ഏജൻസിക്ക് മാത്രമല്ല കമ്പനിക്ക് ചീത്തപ്പേരുണ്ടാവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇത്തരം ഗൗരവമേറിയ വിഷയങ്ങൾ കസ്റ്റമേഴ്സ് ക്യാമറയ്ക്ക് മുന്നിൽ നിന്നും സംസാരിക്കാനുള്ള ചങ്കൂറ്റം കാണിക്കാത്തിടത്തോളം കാലം ഇവർ ഈ തട്ടിപ്പ് തുടർന്നുകൊണ്ടേയിരിക്കും. സത്യം പറഞ്ഞാൽ കസ്റ്റമേഴ്സ് തന്നെയാണ് ഇവർക്ക് വളം വെച്ചു കൊടുക്കുന്നത്. ദയവ് ചെയ്ത് ഇത്തരം കാര്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ ആരെങ്കിലും മുന്നോട്ട് വരണം. വീഡിയോ ചെയ്യാൻ ഞാൻ റെഡിയാണ്. ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.